ഇത് നാച്ചുറൽ എമൽസിഫയർ ലെസിത്തിൻ വെച്ചുണ്ടാക്കിയ ഒരു ലിപ് ബാമാണ്. അത് ഞാൻ കാണിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു അതൊന്ന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഇടാം. ഇതുപോലെ നമുക്ക് ബാം ഒരു പരുവത്തിലല്ല കിട്ടുക. ഒരു ഭയങ്കര ഒരു ക്രീമി ടെക്സ്ചർ പോലെയാണ് ഇത് വരുന്നത്. കണ്ടോ, അത് കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഞാൻ പക്ഷേ ഇതിൽ ഒരു 10% ഞാൻ ലെസിത്തിൻ ചേർത്തു. നമ്മൾ നാട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്രയും ചേർക്കേണ്ട ആവശ്യം വരില്ല, കാരണം നാട്ടിലൊന്നും കൂടി ചൂട് കൂടുതലായതുകൊണ്ട്. പിന്നെ ഞാനിതിൽ ഉപയോഗിച്ചത് ഈ കളറ് ഞാൻ ഉപയോഗിച്ചു. ഇത് സിന്തറ്റിക്കാണ് ഈ കളറ് ശരിക്കും പറഞ്ഞാൽ. ഇതിൽ പക്ഷേ മിക്സ് ചെയ്തിരിക്കുന്ന മീഡിയം, അതായത് ഓയിൽ സോലുബിളാണ്. മിക്സ് ചെയ്തിരിക്കുന്ന മീഡിയം നമ്മുടെ കാസ്റ്റർ ഓയിലാണ്. അപ്പോൾ ഞാൻ ഇട്ട് നോക്കി, ഞാൻ ഈ കളറ് തന്നെ ചുണ്ടത്തൊന്ന് ഇട്ട് നോക്കി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അലർജി ഉണ്ടാകുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ലിപ് ബാമിൽ അങ്ങനെ നമുക്ക് ലിപ്പിൽ കളർ വരുന്നില്ല. വളരെ ചെറിയൊരു 0.18 ഞാൻ ഉപയോഗിച്ചുള്ളൂ. പക്ഷേ ശരിക്കും ലിപ്സ്റ്റിക്കിലൊക്കെ കളർ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 3 to 4% വരെ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു ഷെയ്ഡിലാണ് നമുക്കിപ്പോൾ ലിപ് ബാമിൽ ഉപയോഗിച്ചാൽ കിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ കൂടുതൽ വലിയൊരു ഇതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ക്വാണ്ടിറ്റി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് കളറ് ചേഞ്ച് ചെയ്യും. ഇത് ഡീപ്പ് റെഡ് റോസാണ് ഈ കളറിൻ്റെ പേര്. പറഞ്ഞ പോലെ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സിന്തറ്റിക്കാണ്. പക്ഷേ ഇത് ഓയിലിൽ മിക്സ് ചെയ്യാൻ പരുവത്തിൽ, ഇതുപോലെ ലിക്വിഡ് പരുവത്തിൽ വരുന്നത് കാസ്റ്റർ ഓയിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടെന്ന് പറയാം, നാച്ചുറലും സിന്തറ്റിക്കും കൂടിയുള്ളൊരു ഇതാണ്. നാച്ചുറലായിട്ട് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ട് പൗഡർ, അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ പൗഡർ, അങ്ങനത്തെ. ഞാൻ ചോക്ലേറ്റ് ലിപ് ബാം ആയിരുന്നു മുന്നേ ഞാൻ ഉണ്ടാക്കിയത് ലെസിത്തിൻ വെച്ചിട്ട്, നന്നായിട്ട് വന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോമുലേഷൻ ഞാൻ ഇട്ടേക്കാം.